നാലാം ദിവസം കണ്ണൂർ ജില്ലാ കലോത്സവം പൊടിക്കുകയാണ് എല്ലാവരും കൂടെ. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇനത്തിലും സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ മത്സരാർത്ഥികളാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു മേളത്തോടെ തന്നെ തുടങ്ങാം. അവർക്ക് മദ്ദളം കേളിയിലാണ് ഒന്നാം സ്ഥാനം ഇന്ന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മറ്റ് 2 ഇനങ്ങളിലായിട്ട് ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ ടീമാണ് നമ്മോടൊപ്പം. അത് തന്നെ ഒരു മേളം കേട്ടാലോ. ഉഷാറല്ലേ, മക്കളെല്ലാവരും ഉഷാർ തന്നെയാണ്, പറയാനൊന്നുമില്ല. നമുക്ക് ഓരോരുത്തരുടെ പേരും ഒക്കെ ചോദിച്ചറിയാം. കഴിഞ്ഞ ദിവസം ഇവരുടെ പെർഫോമൻസ് കണ്ടവർക്ക് മനസ്സിലാവും ഇവർ ആരൊക്കെയാണെന്ന്. കാരണം കഴിഞ്ഞ 2 ഇനങ്ങളിലായിട്ട് മത്സരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് നിങ്ങളുടെ പേര്? പവിത്ര. ദേവനന്ദ്. ശ്രീനന്ദ്. അനാമിക. ഇത് ഇത്ര നാളെടുത്തു പഠിച്ചെടുക്കാൻ വേണ്ടി? ഞാൻ 1 വർഷം മുമ്പ് ഇതിന് സ്റ്റേറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയം നീലേശ്വരം പത്മനാഭന്മാരുടെ അടുത്ത് നിന്ന് പഠിച്ചതാണ്. അതിപ്രാവശ്യം ഒന്നും കൂടി ആസ്തികാലയം ദേവരാജൻ എന്ന് പറഞ്ഞ മാഷ് ഒന്നും കൂടി നമുക്ക് പ്രാക്ടീസെല്ലാം തന്ന് ശരിയാക്കുന്നത്. പിന്നെ മനോജ് മാരാർ എല്ലാവരും കൂടി ആക്കി തന്നു ഇപ്രാവശ്യം. ഇതിലേക്ക് എന്താ താല്പര്യം വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്? ഞാൻ 3 വർഷമായിട്ട് ഇതിന് പോകുന്നു. ഇത് മൂന്നാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം ഇതിന് മദ്ദളം കേളിക്ക് തന്നെയായിരുന്നു. അതെ. സമ്മാനം കിട്ടിയിരുന്നോ? എത്രയിലാണ് പഠിക്കുന്ന എല്ലാവരും? +2 എല്ലാവരും. 4 ആളും +2 എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ വരാൻ പോകുന്നത്? അതെ. അപ്പൊ പേടിയുണ്ടോ? എക്സാം ഡിസംബർ ആയി. പേടിയുണ്ട്. പഠിപ്പൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും? കുഴപ്പമില്ല. ആരെ മാഷന്മാരും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടോ? എല്ലാവരും സപ്പോർട്ടാണ്. അധ്യാപകർ വന്നിട്ടുണ്ട്. ഇത് പഠിപ്പിച്ച അധ്യാപകര് വന്നിട്ടുണ്ട്. ഇല്ല ഇപ്പൊ വന്നില്ല. ഇപ്പൊ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. സന്തോഷം തോന്നുന്നു. ഫസ്റ്റ് പ്രതീക്ഷിച്ച് ഇതിലും കഴിഞ്ഞ 2 മത്സരങ്ങൾ നിങ്ങൾക്കല്ലേ ഫസ്റ്റ് ഇതിലൊക്കെ ആയിരുന്നു സ്ഥാനം? നമ്മുടെ സ്കൂളിന് തായമ്പകക്കും ഉണ്ട്, പിന്നെ പഞ്ചവായത്തിനും ഫസ്റ്റാണ്. ഇപ്പം കേളിക്കും. ഇനി എന്തെങ്കിലും മത്സരിക്കാനുണ്ടോ? ഇല്ല, ഇനിയൊന്നുമില്ല. ഇനി എന്തിനേറെ വേണം. കാരണം 3 ഇനത്തിലും ഒന്നാം സ്ഥാനം തന്നെയാണ് ഈ മക്കള് കരസ്ഥമാക്കിയിരിക്കുന്നത്. കലോത്സവം 4ാം ദിവസത്തിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് കുട്ടികളെ പഠിപ്പിച്ച മാഷ് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് മാഷോട് ചോദിക്കാം മറ്റു വിശേഷങ്ങളൊക്കെ. ഇവർ പഠിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ നന്ദു നേരത്തെ നീലേശ്വരം പത്മനാഭരുടെ ശിഷ്യനായിട്ട് ഓൾറെഡി പഠിച്ചതായിരുന്നു. പിന്നെ ഇപ്പം അയാൾ വേറൊരു സ്കൂളിലെ അധ്യാപകൻ. അപ്പോൾ ചെറുകുന്നിലായതുകൊണ്ട് അതിൻ്റെ ചാർജ് എനക്കായതുകൊണ്ട് ഞാനാണ് ഇപ്പോൾ കുട്ടിക്കാറ് കുട്ടികൾ. അവർ നേരത്തെ കൊട്ടുന്നവരാണ്. അതുവരെ ഇവർ സെൻറ്റ് SSL നേരത്തെ താളം പിടിച്ചവരാണ്. അപ്പോൾ അവർ നേരത്തെ അതിന് പ്രിപ്പയർഡായ കൂട്ടറാണ്. ഞാൻ ഒന്നും കൂടി വൃത്തിയാക്കി, അത്രയേ ഉള്ളൂ. അതെ, മിടുക്കന്മാരാണ്. അവർ പഞ്ചവാദ്യം എല്ലാ വിഷയവും കൈകാര്യം പ്രൊഫഷണൽ ഉത്സവ വേദിയിലും കൂട്ടുന്നവരാണ് അവർ. അതുകൊണ്ട് അവരൊക്കെ ഇതൊരു വിഷയമല്ല. അല്ല ഇല്ല അവർ കൊട്ടുന്നവരാണ് സ്ഥിരമായിട്ട്. അപ്പോൾ അവരത് എല്ലാവരും പല സ്ഥലം ഗുരുനാഥന്മാരുടെ അടുത്ത് പഠിക്കുന്ന സമയത്ത് അവരുടെ ഇത് കൂടി വരികയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഉത്സവ സീസണിൽ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അതായത് നല്ല നിലവാരമുണ്ട്. കണ്ണൂർ മുമ്പൊന്നും അല്ല പോലെ ഇപ്പം നല്ല ഇഷ്ടംപോലെ സ്കൂളുകൾ മത്സരത്തിന് ഉണ്ടാവുകയാണല്ലോ. ഇപ്പോൾ നല്ല നിലവാരമുണ്ട് എല്ലാ ഭാഗവും. അപ്പോൾ മദ്ദളം കേളി ടീമിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. ഇനിയും ഒരുപാട് മത്സരങ്ങൾ നടക്കാനിരിക്കുന്നുണ്ട്. എല്ലാ വിശേഷങ്ങളിലേക്കും നമുക്ക് പോകണം. ക്യാമറമാൻ നവീൻ രാജിനോടൊപ്പം പ്രതിഭ പ്രദീപ്, കണ്ണൂർ.